എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. പുണർന്ന നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പുണർന്നം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Ten of Cups, Three of Cups, Ace of Pentacles, Seven of Wands, Six of Cups, Ace of Wands. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഒത്തിരി സന്തോഷങ്ങൾക്ക് ഇട നൽകുന്ന ഒരു മാസം എന്ന് തന്നെ പറയാം. ആദ്യം തന്നെ 10 of Cups എനർജിയാണ്. ഒത്തിരി നാളുകൾക്ക് ശേഷം കുടുംബത്തെ എല്ലാവരും ഒത്തൊരുമിച്ചിരിക്കാനുള്ള ഒരു അവസരം തരുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. ഡിസംബർ അല്ലെങ്കിൽ ക്രിസ്മസുമായിട്ട് അനുബന്ധിച്ച് ചിലപ്പോൾ ഫാമിലീസ് ഒരുമിച്ച് കൂടുന്നത് ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളായിരിക്കാം. ഈ ഒരു വർഷാവസാനം എന്ന് പറയുന്നത് ഈ വർഷത്തിൻ്റെ അവസാനം, ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും, ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു മാസം അവസാനം നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നത് വളരെ സന്തോഷവും തൃപ്തിയും നിറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചത് പലതും ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഒരിക്കലും ലഭിക്കില്ല എന്നോ നഷ്ടപ്പെട്ടു പോയോ എന്നുള്ളൊരു തോന്നൽ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റിയൊരു അവസരം, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചതിനൊക്കെ എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു സന്തോഷവും തൃപ്തിയും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ 10 of Cups എനർജി കണക്ഷൻസ് ആണ്. ഒരു ഫാമിലിയുടെ കൂട്ടായ്മയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കുടുംബത്തിലെ ഇപ്പോൾ അച്ഛനമ്മമാർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഫാമിലി ഒത്തുചേരുന്ന, അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ ആരെങ്കിലും ഒരാൾ, ഭാര്യ ഭർത്താക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ചേരാനുള്ള അവസരം ഇപ്പോൾ ഹസ്ബൻഡോ വൈഫോ പുറത്തുള്ളവർക്ക് അങ്ങനെ നിങ്ങളെ കുടുംബത്തെ ആ രാജ്യത്തേക്ക്, ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തേക്ക് കൊണ്ടുപോകാനുള്ള അവസരം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒത്തിരി സന്തോഷം കൊടുക്കാൻ പറ്റുന്ന അവസരം, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളതിൻ്റെ ഒരു തൃപ്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. വളരെ വലിയൊരു വൺ ബിഗ് ഫാമിലി എന്നൊക്കെ തോന്നുന്ന തരത്തിൽ കുടുംബം ഒരുമിച്ച് ചേരുന്നത് അതേപോലത്തെ സാഹചര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം നല്ല പോസിറ്റീവ് എനർജി നിങ്ങളുടെ കൊണ്ടുവരുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് കാണാം. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 3 of Cups എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി 3 of Cups എനർജി കണക്ഷൻസ് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ആ ഒരു തരത്തിലുള്ള ഒരു അബണ്ടൻസ്, ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച കാര്യം നേടിയതിൻ്റെ ഒരു തൃപ്തിയും സന്തോഷവും കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് കാണിക്കുന്നു. മിസ്അണ്ടർസ്റ്റാൻഡിങ്സും കാര്യങ്ങളൊക്കെ മറ്റ് ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന തെറ്റിദ്ധാരണകൾ കാര്യങ്ങളൊക്കെ ഒഴിവായി പോകുന്നുണ്ട്. അകന്നു പോയിട്ടുള്ള ചില ബന്ധങ്ങളൊക്കെ തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതും സന്തോഷത്തിന് ഇട നൽകുന്ന ഒരു കാര്യമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സന്തത സഹചാരി അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടെത്തുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു സമയം. അപ്പോൾ പിന്നെ ഒത്തിരി ആഘോഷങ്ങളും സന്തോഷങ്ങളൊക്കെ ഉള്ളൊരു സമയമാണ്. ആ ആഘോഷങ്ങളൊന്നും മതിമറന്ന് പോകാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പാർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മദ്യപാനം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമിതമായിട്ട് അതിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സന്തോഷവും ആഘോഷമൊക്കെ നല്ലത് തന്നെ, പക്ഷെ ഓവറാകാതിരിക്കാം. നല്ല നല്ല സൗഹൃദങ്ങളും ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഉള്ള സുഹൃത്തുക്കൾ തന്നെ അവരോടൊപ്പം അധികം സമയം ചിലവഴിക്കാനൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ ഫീലിംഗ് ഒക്കെ മാറുന്നതിന് നിങ്ങൾക്ക് അങ്ങനെ ഫൈനലി അങ്ങനെയുള്ള സുഹൃത്തുക്കളുടെ കൂടെ സമയമൊക്കെ ചിലവഴിക്കാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണെന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒത്തിരി നെഗറ്റീവ് കാര്യങ്ങൾക്ക് ശേഷം പോസിറ്റിവിറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളൊരു ഫീലിങ്ങും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ നന്മ നൽകുന്ന ഒരു കാര്യമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി മുന്നിട്ട് നിൽക്കുന്ന സമയമാണ്. കാര്യങ്ങളിലൊക്കെ ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങൾ നൽകാനായിട്ട് പറ്റുന്നു എന്നുള്ളതും മത്സര പരീക്ഷകളൊക്കെ വിജയ സാധ്യതകൾ ഏറി നിൽക്കുന്ന ഒരു സമയം അതിൻ്റേതായിട്ടുള്ള ആഘോഷങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്.
നെക്സ്റ്റ് വന്നിട്ട് ഏസ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു എനർജി ഏസ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കുറച്ചധികം നാളായിട്ട് മനസ്സിൽ കരുതിക്കൊണ്ടിരുന്ന ഒരു ആഗ്രഹം സാധ്യമാകുന്നുണ്ട്. വീട്, സ്വന്തമായിട്ടൊരു വീടെന്നുള്ള ഒരു ആഗ്രഹം സഫലമാകുന്നതാവും. നിങ്ങൾ ആഗ്രഹിച്ചൊരു വാഹനം വാങ്ങിക്കുന്നതിൻ്റെ ഒരു സന്തോഷവും തൃപ്തിയും ഒക്കെ ആയിരിക്കും. അപ്പോൾ ലൈഫ് നിങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചോ ആ രീതിയിലേക്ക് കാര്യങ്ങൾ നടക്കുന്നു. പലതിൻ്റെയും നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളുടെയും പര്യവസാനവും പോസിറ്റീവായിട്ടുള്ള പലതും ജീവിതത്തിൽ സംഭവ്യമാകുന്നതിൻ്റെയും ഒക്കെ ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവയോഗ്യമാകാൻ പറ്റുന്നു എന്നുള്ളതും നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വീട് വയ്ക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. വീട്, പ്രോപ്പർട്ടി, സ്വത്ത് വകകളുടെ കാര്യങ്ങൾ കാണിക്കുന്നു. അതായത് ഇപ്പോൾ നിങ്ങളൊരു വീട് വാങ്ങിക്കണം അല്ലെങ്കിൽ വീട് സ്വന്തമായിട്ട് പണിയോ അല്ലെങ്കിൽ വയ്ക്കുകയോ ചെയ്യുക, ഏത് സിറ്റുവേഷൻ ആയാലും അതിനൊരു അവസരം കാണിക്കുന്നതാണ്. ഇപ്പോൾ നാട്ടിലുള്ളവരാണെങ്കിൽ ഇപ്പോൾ വിദേശത്തൊക്കെ വീട് സ്വന്തമായിട്ട് വാങ്ങിക്കുന്നു, അതിനുള്ളൊരു അവസരം സാധ്യമാകുന്നുണ്ട്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലോ ഒക്കെ സ്വന്തമായിട്ട് വീട് എന്നുള്ളൊരു സങ്കല്പം മനസ്സിൽ വെച്ച് നടക്കുന്നവർക്ക് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു സമയമാണ് ഈ ഒരു മാസം. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ വീട് വയ്ക്കുന്നത് മാത്രമല്ലാതെ ഇപ്പോൾ നിങ്ങൾക്കൊരു സ്ഥലമുണ്ട്, അത് വിറ്റിട്ട് നിങ്ങൾ അവിടെ അല്ലാതെ ദൂരെ എവിടെയെങ്കിലും പോയിട്ടൊരു സ്ഥലവും വീടും വാങ്ങിക്കുന്ന സിറ്റുവേഷൻ. അപ്പോൾ ഓൾറെഡി വിൽക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിറ്റുപോകാനും വാങ്ങിക്കാനുള്ളത് വാങ്ങിക്കാനും ഒരേ സമയം പറ്റുന്ന സമയം തന്നെയാണ് ഈ ഒരു മാസം. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ള സമയമാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നെന്ന് പറയുമ്പോൾ ഇപ്പോൾ ആലോചിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് എങ്കിൽ, മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ധൃതിപ്പുറത്ത് ഇത് ഇങ്ങനെയാണ്, ഈ സമയം ഇപ്പോഴെങ്ങനെയാണ്, ഇപ്പോൾ നിങ്ങൾ വിൽക്കാനൊക്കെ പോകുമ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ഡള്ളാണ്, ഇത്രയൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോകാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 7 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ 7 ഓഫ് ഫോൺസ് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ് ആഗ്രഹിക്കുന്നത്, ജീവിതം ഏത് രീതിയിലാണ് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, ആ രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതും ഒത്തിരി സന്തോഷവും തൃപ്തിയും തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, കുറച്ചൊരു ആത്മീയതയിലേക്കൊരു താല്പര്യം കൂടുതൽ നിങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ജീവിതത്തോടുള്ളൊരു വിരക്തിയായിരുന്നു അടുത്തിടയ്ക്ക് വരെങ്കിൽ അതൊക്കെ മാറുന്നു. ആത്മീയതയിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിനുള്ള ഒരു വിരക്തിയല്ല, മറിച്ച് നിങ്ങൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ മനുഷ്യർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഭൗതിക ലോകത്തിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനും കുറച്ചുകൂടി ഫിലോസഫിക്കലാകുന്നു അതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് മാത്രം. പക്ഷേ ജീവിതത്തോടുള്ള വിരക്തി ഒക്കെ മാറി നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുന്ന ഒരു എനർജിയും മറ്റുള്ളവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ട് ലൈഫിൽ. അവസരം എന്ന് പറയുമ്പോൾ പേഴ്സണൽ ലൈഫിൽ, കുടുംബജീവിതത്തിലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ, പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ ഒത്തിരി തൃപ്തി നൽകുന്ന കാര്യങ്ങൾ സംഭവ്യമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിലും അവസരങ്ങൾ ഉണ്ടാകുന്നു. അതേപോലെ സ്പിരിച്വലി കൂടുതൽ കണക്റ്റഡ് ആവാൻ, പല കാര്യങ്ങളും മനസ്സിലാക്കാൻ, അറിയാനും ഒക്കെ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ലൈഫ്, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഏത് തരത്തിലാണോ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചത് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ലൈഫ് പേർപ്പസ് മുന്നോട്ടേക്ക് നിങ്ങൾ വിചാരിച്ച ലെവലിലേക്ക് പോകുന്നു എന്നുള്ളത് കൂടിയിട്ട്. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഏസ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. കൂട്ടായ്മയുടെ വിജയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ടൊന്നും ചെയ്യുന്നതല്ല, പക്ഷെ നിങ്ങൾക്ക് ഒത്തിരി ഐഡിയാസ് ഉണ്ട്. പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ചെയ്യാനും ഒക്കെ ഉള്ളൊരു കാര്യം, ആഗ്രഹങ്ങളും മറ്റുമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എങ്ങനെ, ഏത് വഴിയിൽ, ഏത് തരത്തിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നേറാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അറിയാനും പഠിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളെ ഏത് കാര്യത്തിലാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു എന്നുള്ളതും നിങ്ങൾക്ക് ഒത്തിരി തൃപ്തിയും സന്തോഷവും തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം
നിങ്ങൾ സ്വന്തമായിട്ട് എന്തൊക്കെയോ ഇതുവരെ ഒന്നും അതായത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ ഒരു നല്ല സമയമാണ്. ഇപ്പോൾ റിട്ടയർ ആയ ആളുകൾ, ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്തിരുന്നവരാണ്, ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു അപകർഷതാ ബോധമുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചും ഇപ്പോഴും നിങ്ങൾക്ക് അവസരമുണ്ട് സാമ്പത്തിക നേടാൻ, സ്വന്തമായിട്ട് അധ്വാനിക്കാൻ എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു മാസം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.